വെറൈറ്റി വീഡിയോ ആണ് വന്നേക്കുന്നത്. എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഡെയിലി ലൈഫ് ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന്. അല്ല, ഒരു സ്പെഷ്യൽ ഹൊറർ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പൊ എന്നെ ഒരുക്കുന്നത് നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അപ്പൊ ചേട്ടന്റെ കലാവിരുത് ഇന്നിപ്പോ അറിയാൻ പറ്റും. എന്നെ സൂപ്പറായിട്ട് ഒരുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ആദ്യം മൊത്തം വൈറ്റ് അടിക്കാൻ പോവുകയാണ്. വൈറ്റ് അടിച്ചിട്ടാണ് നമ്മുടെ മുഖം ഒത്തിരി വെളുപ്പിച്ചെടുക്കണമല്ലോ. അപ്പം എടുക്കാനായിട്ടുള്ള പ്ലാനിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുഖത്ത് ഇങ്ങനെ പെയിന്റ് പോലത്തെ സാധനം ഇടുന്നത്. എനിക്ക് ഭയങ്കര അലർജിയാണ്. എന്താവും അറിയത്തില്ല. ഓൾറെഡി ദേവു ഈസ് കൂതറ. അപ്പം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ കൂതറാക്കാനുള്ള ശ്രമത്തിലാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ഫൗണ്ടേഷൻ ഇല്ലാതെ ചെയ്യണതായിരിക്കും. ഫൗണ്ടേഷൻ ഇല്ലാതെ ആ പെയിന്റ് മാത്രമായിട്ടാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. നോക്കൂ, അല്ലേ, അത് കുറച്ചുകൂടി ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഫൗണ്ടേഷന്റെ ആ പോർഷൻ നിങ്ങൾ മറന്നേക്ക് ഗൈസ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അത് കളയി പോവും. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്. അപ്പൊ ഇത് അഴിക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഇത് അഴിക്കണതും ദേവ് ഒറ്റയ്ക്കായിരിക്കും. ഇത് അഴിക്കാൻ ചേട്ടൻ മിണ്ടായിരുന്നാണ്. ഇത് ഒട്ടിപ്പിടിച്ചൊന്നും പോവില്ല മുഖത്ത്. ഇന്നിന് ദേവിന് അങ്ങ് പോകണ്ട എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അവിടെ കടിക്കാം. ആ കാര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ടത് ചെയ്യുന്നത്. മുഖം പൊള്ളോന്നൊരു സംശയമുണ്ട്. ദേവിന് ഒന്നാമത്തെ കാര്യം ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം അലർജിയാണ്. പിന്നെ ഇത് പിന്നെ പറയാൻ വേണ്ട, ഇത് സാധാരണക്കാർക്ക് പോലും അലർജിയാണ്. അപ്പോൾ ഇത്ര റിസ്ക് എടുത്താണ് ദേവ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇതെന്തായി മാറും എന്നുള്ളത്. എന്തായാലും നമ്മുടെ വൈറ്റ് വാഷ് ഏകദേശം ആയിട്ടുണ്ട് അല്ലേ? ഒറ്റ മടങ്ങ് നോക്കി ഇപ്പൊ തന്നെ പേടിയാവില്ലേ? ഓക്കെ, നമ്മൾ ഓവറാക്കി കുളമാക്കുന്നില്ല. അപ്പം ലൈറ്റായിട്ട് വൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ബ്ലാക്കിന്റെ കളിയാണ്. ബ്ലാക്ക് അവിടെയൊക്കെ വേണ്ട, മുഖം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യണുള്ളൂ. ഇവിടെയൊക്കെ ആയി കഴിഞ്ഞാൽ ഇനി കഴുകിറക്കാൻ നല്ല പാടുപെടും. ഗൈസ്, ഇത് എന്തോന്നാണ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ എനിക്ക് ഇതിനെ കാണുമ്പോൾ ചെടി വരുന്നു. എന്റെ ഈ മുഖത്തെ വെളുപ്പ് കാണുമ്പോൾ എനിക്ക് പല്ലൊക്കെ മഞ്ഞായിട്ട് തോന്നുന്നു. പെയിന്റ് വായിലകത്ത് പോലെന്ന് ആയിരിക്കുന്നു. ചേട്ടൻ എന്തോന്നാണ് പ്ലാൻ എന്ന് എനിക്കറിയത്തില്ല. എന്തോന്നാണ് വേഷം കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഗോസ്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനാണ് വെള്ള സരി കുടിപ്പിച്ചത്. എന്തുവാണ് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, എന്തുവാണ് ചെയ്യാൻ പാടാൻ അറിഞ്ഞൂടാ. എനിക്ക് എന്റെ വായിലെ കുന്നിലപ്പനെ കണക്ക് തോന്നുന്നു. അതോ ഞാൻ പല്ലി കമ്പി ഇട്ടാണ്. കാരണം ഇവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു മുൻകരുതൽ. ഇനി ചുണ്ട് നീ അടച്ചു വയ്ക്കും. ഗായ്സ്, ഇവിടെ ഒത്തിരി വായ അടപ്പിച്ച് നിർത്താൻ പറ്റിയ ഒരു അവസരമാണ്. ഗായ്സ്, ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിൽ പല്ല് സെറ്റ് ചെയ്യണം. പല്ല് ചുണ്ട് കടിക്കണേ. കൊല്ലുന്നു. നമ്മളെ നാട്ടുപ്രേതങ്ങളൊക്കെ ഇങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത്? നാട്ടുപ്രേതമല്ലേ ഇത്, യൂറോപ്യൻ പ്രേതം. പക്ഷെ ഞാൻ ഇട്ടേക്ക ഡ്രസ്സ് കണ്ട അത് കുഴപ്പമില്ല. ഇത് സങ്കര ഇനത്തിൽ പെട്ടാണ്. നിന്നെ കണ്ടാ നിന്നെപ്പോലെ ഇരുന്നാ മതി. സത്യത്തില് പ്രേതത്തിന് വേണ്ടിയിട്ട് ദേവന് പ്രത്യേക മേക്കപ്പിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൺ പ്രേതാണോ പെൺ പ്രേതാണോ? ഈ പ്രേതത്തിന്റെ പ്രത്യേകത ഉണ്ട്. വാ തുറക്കാൻ പറ്റില്ല. വാ തുറന്ന സിമട്രി പോകും. കണ്ട, ഇവിടെ ഒരുപോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല കൊള്ളാവും. ഇങ്ങനെ ആക്കി കൊള്ളൂല്ലേ? കാര്യമില്ലല്ലോ പ്രേതം. ഇങ്ങോട്ട് തിരിക്കും. ഇവിടെ ഒന്ന് പോയി ദിഗം പറഞ്ഞാൽ ഇത് നമ്മള് ബ്ലാക്കിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണോ പല്ല്? എന്റെ അടുത്ത് തോന്നുന്നു ഇതെനിക്ക് താമര വിരിഞ്ഞിരിക്കും. കണ്ട, അവിടെ കണ്ടു ബ്ലാക്ക് ആണ്. ഇവിടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ലേസ്റ്റായിട്ട് പണം വരയ്ക്കണ്ട. പെട്ടെന്ന് അല്ലെങ്കിൽ വെയിലും മാറി. അപ്പോഴാണ് നിന്റെ യഥാർത്ഥ മുഖം. പെട്ടെന്ന് വെയിലും പോയി.
നിങ്ങൾ എന്താ പച്ച എന്റെ കാക്കി വെച്ചാൽ വേണ്ട. എങ്ങനെയുണ്ട്? ചേട്ടന്റെ പിടിക അവിടെ ഉണ്ടാ? മൂക്കിൽ എന്തെങ്കിലും രണ്ട് ഓട്ട? നമുക്ക് അഴുകിപ്പോയി, ബാക്കിയാണ്. പക്ഷെ ലെൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പേടിച്ചേന. ഇവിടെ വിളിച്ചിട്ടുണ്ടേ. ചേട്ടന്റെ കലാവിരുതാണ്. ഇതിൽ തേച്ച് ഇളക്കി ചേട്ടൻ തരും. കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. ചിരിച്ചാ കൊള്ളൂല. നോർമലായിട്ട് വെച്ചിട്ടുണ്ട്. മഴയായി എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. അങ്ങനത്തെ പ്രയത്താണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരുങ്ങി വന്നപ്പോ ഇതാ ഒരു മാച്ചും ഇല്ല. പുതുമഴയായ ഡ്രസ്സും ഇംഗ്ലീഷ് പ്രേതവും. ഒരു വീഡിയോ എടുക്കാൻ നിൽക്കുമോ? വാ. റീജണ കണ്ടില്ല. കറക്റ്റ്. തന്നെ പേടിച്ചു പോകലടാ. പേടിക്കാറായില്ല, പേടിക്കാൻ പോണേ ഉള്ളു. അമ്മ അടുക്കള തുറന്നാണ്. പിള്ളേരെ ചേട്ടന്റെ കലാവിരുത്. ഇപ്പൊ തീർന്നില്ല. എക്സ്പ്രഷൻ എല്ലാവരും റിയാക്ഷൻ കൂടെ എടുക്കാം. ഇങ്ങനെ എഴുതേ കൊണ്ടായിരുന്നല്ലേ? പിടികിട്ടിയില്ല ഈ പെണ്ണിനാ. പല്ല് കാണിക്കരുത്, എന്നാലേ ആ ഭംഗി അറിയാൻ പറ്റും. ചിരിക്കരുത്. ആ കണ്ണൊക്കെ പോയാ